ഇലക്കോട് പന്നിയോട് ഷീജ ഭവനിൽ ഷീജയും കുടുംബവും ദുരിതത്തിലാണ്. പണി പാതി വഴിയിൽ നിർത്തിയതോടെ മഴ പെയ്താൽ വീട്ടിനുള്ളിൽ മുഴുവൻ വെള്ളക്കെട്ടാണ്. പഞ്ചായത്തിൽ നിന്ന് ഒരു വീടില്ലായിരുന്നു, അവക്കൊരു വീട് കിട്ടി. എൻ്റെ മോക്ക് കൺട്രാക്റ്റിന് ഏൽപ്പിച്ച് 48,000 രൂപ ആദ്യം കൊടുത്തു. വീണ്ടും 1,00,000 ചെവറ് കെട്ടാൻ വേണ്ടി 1,10,000 രൂപ കൊടുത്ത അത്രയും പൈസ വെച്ച് കെട്ടി, അത്രയും എഗ്രിമെന്റ് എഴുതിയും തന്ന്. രണ്ടാമത് കട്ടളപ്പടിയെല്ലാം നനയെന്നും പറഞ്ഞുകൊണ്ട് വാർക്കണമെന്ന് പറഞ്ഞപ്പോൾ പൈസ തരുമെങ്കിൽ വാർക്കാന്ന് പറഞ്ഞു. അങ്ങനെ 80,000 രൂപ ലോൺ എടുത്തും ഉരുപ്പടി പണയം വെച്ച് 80,000 കൊടുത്തു. അതിൽ എഗ്രിമെന്റിൽ എഴുതിയിട്ടില്ല. എന്നിട്ട് 3 മാസമായി ഈ തൂണുകൾ ഇളക്കിയിട്ടില്ല, തട്ടിളക്കിയിട്ടില്ല. 3 മാസം ഞങ്ങൾ കാത്തിരുന്നു. 3 വയസ്സായ ഒരു കൊച്ചി എന്ന് പിടിച്ച് വലകളെല്ലാം ഇള വീഴാൻ തുടങ്ങിയപ്പം ഞാനും പിള്ളേരും കൂടെ എന്നെ പൊളിച്ചിട്ട് ശേഷമാണ് കാട്ടാക്കട സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു പേപ്പർ കൊടുത്ത് അങ്ങേരി വഞ്ചിയിൽ എവിടെ കൊടുത്തെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു പേപ്പറും കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് ചെയ്യുമെന്നാണ് വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വിളിക്കാൻ തുടങ്ങിയത്. ഇന്നും ഇപ്പോഴായിട്ടും വിളിച്ച് താമസിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അവിടെ ചോന്ന് നനഞ്ഞ് പാമ്പ് വന്ന് കയറണം, പാമ്പ് വന്ന് കയറണം. 3 വയസ്സായ കൊച്ചിനെ ഇട്ടോണ്ട് കിടക്കാൻ വയ്യാത്തത് കൊണ്ട് ഇവിടെ ഒരു കട്ടിലെടുത്തിട്ട് കിടക്കുന്നു. വീട്ടിനാ മൊത്തവും ചോന്ന് നനയാണ്. വാർത്തിട്ടും വീട്ടിനാ അത്രയും ചോർന്ന് നനഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങേടുത്ത് പറഞ്ഞപ്പം അങ്ങേര് മൈൻഡ് ചെയ്യണില്ല. പണം വേണം എന്ന് പറഞ്ഞു. എവിടെ നിന്നെടുത്ത് പണം കൊടുക്കാനെന്താ? 2 പ്രാവശ്യമേ അവിടെ നിന്ന് പൈസ കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ കിട്ടിയിട്ടില്ല. പിന്നെ ലോണും ഇതൊക്കെ എടുത്ത് വാർത്തത് കൊണ്ട് ഉപയോഗമില്ല. അത്രയും നനഞ്ഞുകൊണ്ടിരിക്കുന്നു വീട്ടിനകം അത്രയും. മേഡത്തിന് ഓവർഷം എന്ന് പറഞ്ഞ മേഡത്തിന് BO എന്ന് പറഞ്ഞ മേഡത്തിനെ അറിയിച്ചപ്പോൾ പറഞ്ഞ് ബ്ലോക്കിൽ വിളിച്ച് പറയാൻ പറഞ്ഞ് പ്രസിഡന്റിനെ അറിയിച്ച്. പ്രസിഡന്റ് പറഞ്ഞ് നിങ്ങൾ പേപ്പറൊന്നും വരാത്തെടുത്തോളം എവിടെയും പോണ്ട, പിന്നെ അത് നമുക്ക് നോക്കാം, പേപ്പർ വരാത്തെടുത്തോളം കാലം എവിടെയും പോകണ്ടെന്ന് അവരെല്ലാവരും ഇടപെട്ട്. പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും എല്ലാം ഇടപെട്ടിരിക്കുകയാണ്. ഇപ്പോഴ് പിന്നെ എന്ത് വേണം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ചുമ്മാ ഭീഷണി വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് എഗ്രിമെന്റ് കൊടുത്തത്. ഇത് പൈസ കൊടുത്തതിന്റെ ഇതാണ് എഴുതിയിട്ടുള്ള. അടുത്തത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത്. വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ PMAYG ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വീട് നിർമ്മാണത്തിനായി ഒരു നിശ്ചിത തുക ഇവർക്ക് കിട്ടുന്നത്. അത് വീട് പൂർത്തിയാകാതെ ദുരിതത്തിലാകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കാർഡുകളും ഈ അക്കൗണ്ടുകളും ഒക്കെ നമ്മെ കാണിക്കുന്നത്. ധാരാളം കടത്തിന്റെ കണക്കുകളാണെല്ലാം. ഇത്രയും തുക കൊടുത്തിട്ടും പൈസ എന്നാണ് വിളി. ഇവിടെ നിന്ന് സാധനങ്ങൾ ഇറക്കിയതും വാരിക്കൊണ്ടുപോയി. 2024 ഡിസംബർ 27 പദ്ധതിയുടെ ആദ്യ ഗഡുവായി ലഭിച്ച 48,000 രൂപ വീട് നിർമ്മാണം ഏറ്റെടുത്ത കുറ്റിച്ചൽ സ്വദേശിയായ ഒരു കോൺട്രാക്ടർക്ക് കൈമാറിയതായി ഷീജ പറയുന്നു. തുടർന്ന് പല ഘട്ടങ്ങളിലായി ആകെ 2,38,000 രൂപ കൂടി നൽകിയെങ്കിലും നാളിതുവരെ വീട് പണി പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വീട്ടിന്റെ തട്ടടിച്ച ശേഷം അത് പൊളിച്ചു മാറ്റാൻ ഏകദേശം 3 മാസത്തോളം എടുത്തുവെന്നും പിന്നീട് പണി മുന്നോട്ടു പോയില്ലെന്നും കുടുംബം പറയുന്നു. ഒടുവിൽ ഷീജയും അമ്മയും 2 പെൺമക്കളും ചേർന്നാണ് അവശിഷ്ടങ്ങൾ മുഴുവൻ നീക്കം ചെയ്തത്. താൽക്കാലികമായി വീടിനകത്ത് താമസിക്കാനും തുടങ്ങി. എന്നാൽ മഴ പെയ്യുമ്പോൾ വെള്ളം പുറത്തേക്ക് പോകാതെ മുറികളിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. ആരോപണ വിധേയനായ ഈ കോൺട്രാക്ടറെ ഇപ്പോൾ ഇവർക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നു മാത്രവുമല്ല, ഇവർക്കെതിരെ കോൺട്രാക്ടർ പരാതി കൊടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലും വഞ്ചിയൂർ കോടതിയിലും കേസ് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്നാൽ കേസ് സംബന്ധിച്ച രേഖകളോ നോട്ടീസുകളോ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ആശങ്കയിലാണെന്നും ഷീജയും കുടുംബവും പറയുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ഈ കുടുംബം.